Horasia Global presents Music Lounge IMAC 2013. Horasia Global presents Music Lounge IMAC 2013. To talk about the person who is going to be awarded with a Lifetime Achievement Award for Music Lounge IMAC 2013. ഇദ്ദേഹം ഒരു സംഗീത സംവിധായകനല്ല, നായകനല്ല, പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു ലൈഫ് ടൈം മുഴുവൻ നമ്മുടെയൊക്കെ ഹേറ്റ്രഡ് പിടിച്ചു പറ്റിയ സ്ട്രോങ് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത വ്യക്തിയാണ്. Now before we introduce this audio visual, we'll introduce him in style. Ladies and gentlemen, there we go. വെള്ളക്കാരന് വേണ്ടിയിട്ട് ഈ നാട്ടുകാരെ കണ്ണീര് കുടിപ്പിച്ച ഒരു ഹമുക്കിന്റെ തലയാണിത്. ഈ രാജ്യത്ത് കഷ്ടപ്പാട് പതിച്ച് ഇവിടെയുള്ള പാവങ്ങളെ തൊടലിട്ട് വരിക്കാൻ ഇവിടെ സായിപ്പന്മാർ വേണ്ട. ടി.ജി. രവി മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ വൈവിധ്യം അഭിനയത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ള നടന്മാർ ചുരുക്കം. വില്ലൻ വേഷങ്ങളിൽ നിന്നും സ്വഭാവ നടനിലേക്കുള്ള യാത്രയിൽ അവതരിപ്പിച്ച അവിസ്മരണീയ കഥാപാത്രങ്ങൾ അനവധി. വ്യക്തമായ സാമൂഹിക ബോധം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വം. ഉത്തരായനത്തിൽ ഒരു വേഷം ചെയ്തുകൊണ്ട് തുടക്കം. പിന്നെ സ്വന്തമായി നിർമ്മിച്ച സിനിമകളിൽ നായകനായും പ്രതിനായകനായും അഭിനയം. മലയാള സിനിമ ഒരു പ്രതിനായകനെയാണ് ടി.ജി. രവിയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിലെ അഭിനയ പ്രതിഭയുടെ വൈവിധ്യം തിരിച്ചറിയപ്പെട്ടു തുടങ്ങിയത് രണ്ടാം വരവിലാണ്. നിന്നോട് എന്തുട്ടൊക്കെയാ ഇവിടെ എന്നെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളേ? എല്ലാ ചോദ്യത്തിനും ഉത്തരവുള്ള ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാ? സ്വയം പ്രഖ്യാപിച്ച ഇടവേളയ്ക്ക് ശേഷം തിരികെ വന്നപ്പോൾ മികച്ച സ്വഭാവ നടനായി നമ്മുടെ സിനിമ അദ്ദേഹത്തെ സ്വീകരിച്ചു. ജീവിതത്തിന്റെ കയറ്റവും ഇറക്കവും സൂക്ഷ്മ ചലനങ്ങളിലൂടെ അദ്ദേഹം അനായാസം പ്രതിഭാവിലാസത്തോടെ കാട്ടിത്തന്നു. അടയാളങ്ങൾ, ഒറ്റക്കയ്യൻ എന്നീ ചിത്രങ്ങൾക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും
നിഴൽ രൂപം എന്ന ടെലിഫിലിമിന് മികച്ച നടനുള്ള പുരസ്കാരവും സംസ്ഥാന സർക്കാരിൽ നിന്നും അദ്ദേഹത്തെ തേടിയെത്തി. നമ്മുടെ ചലച്ചിത്ര തറവാട്ടിലെ ഈ കാരണവരെ ഇരു കൈയും നീട്ടി നമുക്ക് ആദരിക്കാം. May I call on stage Director Ashik Abu and also Chief Editor of 4PM, Mr. Soman Baby, to join us on stage to do the honors. Please rise up. Please let it... Stand up, everybody, please. That's the Lifetime Achievement Award. I request Sri Ashik Abu to present the award. Thanks a lot, gentlemen. Please be seated. Iconic villain of Malayalam cinema for ages. Sir. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിൽ ശുഭകരമായിട്ടുള്ള ഏത് കാര്യം നടക്കുമ്പോഴും ഒരു കാരണവരവിടെ വേണം, മരുന്നിനെങ്കിലും വേണം. ഇത്രയും വലിയ ഒരു ശുഭകരമായ കാര്യം ഈ ദോഹയിൽ നടക്കുമ്പോൾ ഇന്ന് ഇവിടുത്തെ പുരാവസ്തു ഞാനാണ്. പിന്നെ ഇവിടെ പറഞ്ഞു കേട്ടല്ലോ, ഒരു കാലത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ വാതിൽ ഒട്ടിയടയ്ക്കുന്ന സ്ത്രീകളാണ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇതേ വന്നു ടി ജി രവി എന്നാ പറയാ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിലുള്ള പെണ്ണുങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ 22F കാണാൻ വേണ്ടി തിയേറ്ററിൽ നിന്നിരുന്നപ്പോൾ പുറകിൽ ഇരുന്നൊരു സ്ത്രീ കരഞ്ഞു തുടങ്ങിയപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ എന്തിനു വേണ്ടി കരയണേ? അയാളല്ലേ ഇരിക്കണ മുമ്പില്. അതന്നെയാണല്ലോ ഞാൻ കരയണേന്നാ അവള്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കാരണക്കാരായിട്ടൊരു വിദ്വാനുള്ളതാണ് ഇന്ന് ഈ അവാർഡ് തന്ന ഈ നിൽക്കുന്ന മനുഷ്യനാണ്. എന്നെ പേടിച്ചിരുന്ന കേരള ജനതയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കരയിക്കുന്ന പെണ്ണുങ്ങളിലേക്ക് എത്തിച്ചത് ഈ നിൽക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരു മിനിറ്റ് കൂടെ തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ്. എനിക്ക് 22 ഫീമെയിൽ കോട്ടത്തിൽ അഭിനയിച്ചൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അതും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊരു കത്ത് വായിക്കുന്ന സീനുണ്ട്. ആ കത്ത് വായിക്കുന്ന സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ അബു ആഷിഖ് അത് നോക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ തൊട്ടടുത്ത് റിമ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ കരച്ചിലും ഈ കുട്ടി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലാണ്. ഞാൻ ആകെ പരിഭ്രമിച്ചു. വിടെന്ന് പറഞ്ഞു. വിടില്ല, കരച്ചിലാണ്. ഞാൻ നോക്കിയപ്പോൾ അബുവിൻ്റെ കണ്ണും ആഷിഖിൻ്റെ കണ്ണും കുറച്ച് നിറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അഭിനയത്തിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണത് എന്ന് ഞാൻ പറയാൻ പറ്റുന്നത്. താങ്ക്സ് ടു ആഷിഖ്. Thank you, sir. Please. Once again, ladies and gentlemen, Lifetime Achievement Award. This year, for Music Lounge IMAC 2013. Give a round of loud applause to Shri T.G. Ravi sir. Music Lounge IMAC 2013 Award for the most versatile actor. മനോജ് കെ ജയൻ സൂക്ഷ്മ താളബോധം കൊണ്ട് അഭിനയത്തെ വ്യത്യസ്തമാക്കുന്ന നടൻ. മിനി സ്ക്രീനിൽ തുടങ്ങി ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നായകനായും വില്ലനായും സ്വഭാവ നടനായും അരങ്ങ് തകർക്കുന്ന പ്രതിഭ. സംഗീതത്തിൻ്റെ പാരമ്പര്യസിദ്ധമായ കഴിവും അനുഗ്രഹീതനായ ഈ നടൻ്റെ മികവിന് മാറ്റുകൂട്ടുന്നു. And before we invite him onto the stage to present the award, may I invite Mr. P. Unnikrishnan, the Chief Editor of 4PM, and Mr. Hamza BV, MD of Al Suwaidi. And welcome on stage the most versatile actor, Music Lounge IMAC 2013, Manoj K. Jain.
പ്രിയപ്പെട്ട ദോഹയ്ക്ക്. പ്രിയപ്പെട്ടതെന്ന് വെറുതെ പറഞ്ഞല്ല, കാരണം ഒരു 10-18 വർഷം മുമ്പ് ഞാൻ ആദ്യം കണ്ട വിദേശ രാജ്യ ദോഹയാണ്. ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വന്നതാണ്. ആ സ്നേഹം എനിക്കെന്നും ദോഹയോടുണ്ട്. ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് ആ നാട്ടിൽ വെച്ച് തന്നെ വാങ്ങുമ്പോൾ ഒരുപാട് അഭിമാനം. വേഴ്സറ്റൈൽ ആക്ടർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം എല്ലാ ആക്ടേഴ്സിൻ്റെയും സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ അത് ഇന്ന് ഈ അവസരത്തിൽ ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. എനിക്ക് അവാർഡ് ഒരുക്കി തന്ന ഐമാക്കിനും ഇതിൻ്റെ അണിയറ ശില്പികൾക്കും സാരഥികൾക്കും എല്ലാവരും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. The next award is a special jury award. Of course, yes. മലയാളികൾക്ക് ഒരു സർപ്രൈസ് ആയി വന്ന സിനിമ, ആ സിനിമയിൽ അഭിനയത്തിന് നാഷണൽ അവാർഡ്. സലിം കുമാർ രാജ്യാന്തരങ്ങളിൽ അംഗീകരിക്കപ്പെട്ട അഭിനയ പ്രതിഭ. ഹാസ്യത്തിൻ്റെ തരംഗമാലകളും ജീവിത ദൈന്യത്തിൻ്റെ പരകോടിയും പ്രേക്ഷക മനസ്സുകളിൽ ഒരുപോലെ എത്തിക്കുന്ന അഭിനേതാവ്. നിഷ്കളങ്കതയുടെ മുഖമാണ് സലിം കുമാറിൻ്റെ ഹാസ്യത്തിന്. മനുഷ്യത്വം നിറഞ്ഞ ചിരിയിലേക്ക് കേരളത്തിന് വഴി കാണിച്ചു കൊടുത്ത പ്രതിഭ. മലയാളത്തിൻ്റെ ഈ മികച്ച നടനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ കുറച്ച് വൈകിയെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആദാമിൻ്റെ മകൻ അബുവോ അല്ലെങ്കിൽ അച്ഛനുറങ്ങാത്ത വീടോ, ഈ 2 ചിത്രങ്ങൾ മാത്രം മതി ഇദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ എത്ര വലുതാണെന്ന് തെളിയിക്കാനായിട്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ സലീം കുമാർ. Mr. Mohammad Zubair from Impulse Technologies and Mr. Mohammad Farooq, MD of Evershine Mumbai, to please join us on stage. നിറഞ്ഞ ദോഹയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും സർവശക്തൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ അവാർഡ് നൽകിയ ഐമാക്കിനും അതിൻ്റെ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. Moving on to the next performance, അടുത്തതായി bad salsa but they perform good salsa. Exactly. So put your hands together for those 2 kids. Connected
Music Lounge IMAC 2013, the next award. ഉസ്താദ് ഹോട്ടൽ. മനസ്സിലേക്ക് തറഞ്ഞു കയറുന്ന കഥാസന്ദർഭങ്ങൾ ഇനിയും ആവിഷ്കൃതമാകാനുണ്ടെന്ന് തിരിച്ചറിയുന്ന സംവിധായകനാണ് അൻവർ റഷീദ്. കഥ പറച്ചിലിൻ്റെ സുതാര്യത കൊണ്ട് മലയാള മനസ്സിനെ കീഴടക്കി ഈ സിനിമ. എൻ്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പം ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവില്ലേ? അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവൻ്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. മറക്കാനാകാത്ത അഭിനയ മുഹൂർത്തങ്ങൾ തിലകന് നൽകി ദുൽഖർ സൽമാനെ ഉയർന്ന പീഠത്തിലിരുത്തി അൻവർ റഷീദ് സംവിധായകൻ എന്ന ശീർഷകം അർത്ഥവത്താക്കി. I'm sure you'll all agree with us for giving this film the Best Film Award for Music Lounge IMAC 2013. ഈ പടത്തിന്റെ പോപ്പുലാരിറ്റിയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തില് നമ്മൾ തിരുവനന്തപുരം തൊട്ട് ഏതാണ്ട് കാസർഗോഡ് വരെ പോവുകയാണെങ്കിൽ ഒരുപാട് ഹോട്ടലുകളുടെ പേര് മാറ്റി ഉസ്താദ് ഹോട്ടൽ എന്നാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എത്രത്തോളം പോപ്പുലർ ആയി ഈ പടം എന്നുള്ളത്. Ladies and gentlemen, put your hands together for Anwar Rashid. And to present the award, we have on stage Mr. Pradap Pothan. Also may I invite Mr. Manoj, the MD of Kala Nilayam. എന്ത് കുരുക്കാണെന്ന് അറിഞ്ഞൂടാ, ശ്രീനാഥ് കയറിയിട്ടുണ്ട്. നമസ്കാരം ബുക്ക. നമസ്കാരം. ഞാൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുവരെ ജീവിതത്തിൽ പോയിട്ടില്ലായിരുന്നു. കൊച്ചിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു ബാൻഡ്, പാട്ട്, ബാസിയു, ലുക്കൊക്കെ ഒന്ന് നോക്കണം, ഒരു പരിപാടിയുണ്ട് എന്നൊക്കെ അമ്പൂക്ക് എന്നോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ കാലിക്കറ്റ് പോയി. ഈ വലിയ മനുഷ്യൻ്റെ കൂടെ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. മലയാള സിനിമ, എനിക്കൊരു കാര്യം വളരെ ഓപ്പണായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജനറേഷനിലെ കുറേ പിള്ളേർ എൻ്റെ പ്രായത്തിൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് അങ്ങനത്തെ എന്നെപ്പോലത്തെ കുറേ പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ മലയാള സിനിമ ഉണ്ടാക്കിയതിനും അതിലൊരു പാർട്ടാവാൻ എന്നെ സഹായിച്ചതിലും വളരെ നന്ദിയുണ്ട്. ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഇത്രയ്ക്കൊന്നും ഇല്ല സിനിമ. എന്തായാലും ഐമാക്കിന് നന്ദി, ഉസ്താദ് ഹോട്ടലിന് നൽകിയ ഈ അംഗീകാരത്തിന്. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ എല്ലാ സിനിമകളെയും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കാണ് പ്രധാനപ്പെട്ട നന്ദി. Anwar Rashid, the award for the best film, Ustad Hotel. Now, the next award, Music Lounge IMAC 2013, the award for ഡയഗ്നോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ അല്ല പ്രയാസം, ഡിസിഷൻസ് എടുക്കാനാണ്. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന് ഒരു പേഷ്യൻ്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കും, ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്. ലാൽ ജോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൽ നിന്നും മലയാളി കനപ്പെട്ട സംഭാവനകൾ ആഗ്രഹിക്കുന്നു. ഓരോ ചലച്ചിത്രവും ഗൗരവപൂർണമായ നിർമ്മിതികളായി പുറത്തു വരുന്നു. അവ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആത്യന്തിക നന്മകളെക്കുറിച്ചാണ്. അതിനാൽ തന്നെ ലാൽ ജോസ് ആസ്വാദകർക്ക് പ്രിയങ്കരനായി തീർന്നിരിക്കുന്നു. Ladies and gentlemen, Music Lounge IMAC 2013, the best director, Lal Jose. കഴിഞ്ഞ തവണ ഇദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിച്ചത് ലെജൻഡ് ഇൻ ദ മേക്കിംഗ് എന്നാണ്. Now I'll call him a real legend. To do the honors, may I call on stage Dr. Mohan Thomas, former chairman of Birla Public School. That's for you, Lalajana. നമസ്കാരം. ദോഹയുമായിട്ട് വളരെ വർഷത്തെ ബന്ധമുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്യുമെൻ്ററിയുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തുടർച്ചയായി അടുത്തടുത്ത് വീണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞു. ഐമാക്കിന് പ്രത്യേക നന്ദി. ഒരുപാട് സുഹൃത്തുക്കളും
ഒരുപാട് ബന്ധുക്കളുമുള്ള ഒരു സ്ഥലമാണ്. അവരൊക്കെ കാണാനും കൂടിയുള്ളൊരു അവസരമായി ഇത് മാറി. കഴിഞ്ഞ വർഷം ഒരുപാട് അവാർഡുകൾ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ എനിക്ക് നേടിത്തന്നു. അപ്പോഴൊക്കെ എല്ലാ വേദികളിലും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ അവാർഡിന് ഈ വർഷം തന്നെ ഈ അവാർഡ് കിട്ടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളുണ്ടായ വർഷമാണ് 2012. ഏറ്റവും മികച്ച സംവിധായകരുടെ ഏറ്റവും മികച്ച സിനിമകളുണ്ടായ വർഷം. എനിക്ക് ശേഷം വന്ന തലമുറയിലെ ഏറ്റവും മിടുക്കന്മാരായ ആ സംവിധായകരെല്ലാവരും ഇന്നിവിടെ ഉണ്ട്. ഓരോ തവണ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ഈ വർഷം മേടിക്കുമ്പോഴും ചെറിയൊരു കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ആഷിഖ്, അൻവർ റഷീദ്, വിനീത്, അങ്ങനെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സിനിമകൾ സമ്മാനിച്ച സംവിധായകർക്ക് വേണ്ടി കൂടെ അവരുടെ തൊട്ടു മുമ്പത്തെ തലമുറയിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവരുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഞാനിത് വാങ്ങുന്നത്. മുന്നോട്ട് സിനിമ ചെയ്യാനുള്ള ഊർജം ഈ ചെറുപ്പക്കാരിൽ നിന്നാണ് ഞാനിനി ആർജിക്കേണ്ടത്. ഒരു ആരോഗ്യകരമായ മത്സരം അവരുടെ സിനിമകൾ എനിക്ക് നൽകുന്നുണ്ട്. എൻ്റെ നിലനിൽപ്പ് ഇനി അവർ ചെയ്യാൻ പോകുന്ന സിനിമകളാണ്. താങ്ക് യു. Now, the next award. Music Lounge IMAC 2013. The award for the best actress. പോകുന്നതുവരെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. നിനക്ക് എങ്ങനെ ഇത്ര നോർമൽ ആകാൻ പറ്റുന്നു രസ? നിനക്ക് എന്നെ കണ്ടിട്ട് നോർമലായിട്ട് തോന്നുന്നുണ്ടോ? റീമ കല്ലിങ്കൽ സിനിമയിലെ സ്ത്രീ സങ്കല്പത്തിന് സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് പുത്തൻ ഭാവപരിണാമം നൽകിയ അഭിനേത്രി. പതിവ് സങ്കല്പങ്ങളുടെ നിയമാവലി തെറ്റിച്ചു റീമ. ഒഴുക്കിനെതിരെ നീന്തുന്ന കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം ശ്രദ്ധേയമാക്കി റീമ കല്ലിങ്കലിനെ. എത്ര ഭാവങ്ങളല്ലേ നമ്മളിപ്പോ റീമയുടെ ഓൺ സ്ക്രീൻ കണ്ടത്. വെൽക്കം ഓൺ സ്റ്റേജ് വൺസ് അഗൈൻ ടു റിസീവ് ദി അവാർഡ് ഫോർ ദി ബെസ്റ്റ് ആക്ട്രസ്. That is the gorgeous and the versatile actress, Reema Kallingal. To present the award, may I call on stage from Crystal Group CEO Mr. Mibu Jose and Shanit Shamsuddin, BDM City Exchange on behalf of Western Union. ദോഹ, നമസ്കാരം. ആദ്യമായിട്ടാണ് ഇവിടെ ദോഹയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാനും ഒരു അവാർഡ് വാങ്ങാനും ഞാൻ വരുന്നത്. അതിന് ഐമാക്കിനോട് ഒരുപാട് നന്ദി. ഇന്ന് എൻ്റെ 22 ഫീമെയിൽ കോട്ടയം ഫാമിലി മൊത്തം ഇന്ന് ഇവിടെയുണ്ട്. എപ്പോഴും TG രവി സാർ മിസ്സിങ് ആയിരിക്കും. ഇന്ന് രവി അങ്കിളും ഉണ്ട്. അതുപോലെ 22 ഫീമെയിൽ കോട്ടയം എന്ന പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരുപാട് പേര് ഇന്ന് ഇവിടെയുണ്ട്. മധുവേട്ടൻ, സന്ദീപ്, ഇപ്പോഴും അവരിവിടെ ഇല്ല. എല്ലാവരും ബാക്ക് സ്റ്റേജ് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു ടു ദ ഹോൾ ടീം ഓഫ് 22FK, പ്രതാപ് സർ, ഫഹദ്, അഷിഖ്, എവ്രിബഡി. നിങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ ദിസ് വുഡ് നെവർ ഹാപ്പൻ. താങ്ക് യു സോ മച്ച്. Congratulations, Reema Kallingal, the best actress. Horasia Global presents Music Lounge IMAC 2013. Horasia Global presents Music Lounge IMAC 2013. You must have guessed the next award. You know what it is? Music Lounge IMAC 2013 award for exactly the best actor. അല്ല, അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ട് പോവാൻ മറന്നൂല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ. ഫഹദ് ഫാസിൽ. അഭിനയം സ്വാഭാവികമായ ജീവിതമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നടൻ. ആധുനിക ജീവിത സമസ്യകളെ ആവിഷ്കരിക്കാൻ നിയോഗം കിട്ടിയ പ്രതിഭ. വെൽക്കം ബാക്ക്.
ടെസ കെ എബ്രഹാം. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെ പരകായ പ്രവേശം കൊണ്ടെന്ന പോലെ അവതരിപ്പിക്കുന്ന അഭിനയസിദ്ധി, യൗവനത്തിന്റെ പുത്തൻ ആവേശം. Ladies and gentlemen, the best actor, Music Lounge IMAC 2013 goes to Fahad Fazil. And to present the award, may I invite on stage Mr. Hassan Kunyi, the president of Ideal Indian School, chairman Horatia Global, also Mr. Sharaf P. Hamid, CEO of City Exchange and Western Union. അസ്സലാമലൈക്കും, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു ദുബായ്, ഐ മീൻ ദോഹ. ആൻഡ് ഞാൻ ഭയങ്കര ടെൻസ്ഡാണ്, അതാണ് പറ്റിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റീമ നേരത്തെ പറഞ്ഞ പോലെ 22 FKയുടെ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രവി സാറിനെ ആദരിച്ച ചടങ്ങിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ ആകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും മറക്കല്ല ഈ രാത്രി. ഓൾസോ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ രണ്ട് പടങ്ങളുടെയും അവാർഡ്സ് യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് ലാലുവേട്ടനും ആഷിക്കുമാണ്. അവർ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് യുവർ അവാർഡ്. താങ്ക് യു ദോഹ. Now, another entertainer on stage. That's right. He is this big bomb. നമ്മളിവിടെ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കുറേ നേരമായിട്ട്. And you even wondered whether he's turned up or not. Well, yes, very patiently he's been waiting for his turn. Hello! Okay, I was just checking my voice after waiting for such a long time. Lose control! Lose control! One more time, lose